രാവണ നിഗ്രഹത്തിനായി അവതാരമെടുത്ത ശ്രീരാമദേവന്റെ രാജ്യാഭിഷേകം നടത്താൻ പോകുന്നതറിഞ്ഞ ദേവതകളാൽ സ്വരക്ഷാർത്ഥം സരസ്വതീ ദേവിയെ മന്ദര എന്ന ദാസിയുടെ നാവിൽ വിളയാടിച്ച് രാജ്ഞി കൈകേയിയാൽ അഭിഷേകം വിഘ്നം നടത്താൻ പ്രേരിപ്പിക്കുന്നു. രാമന് രാജ്യം അനുവദിച്ചുകൂടാ. കൈകേയി, റാണി, കൈകേയി, ദാസിമാരെ, നിങ്ങളുടെ സ്വാമിനി എവിടെ? ദേവി ക്രോധാലയത്തിലാണ് മഹാരാജൻ. ക്രോധാലയത്തിലോ? പ്രിയേ, റാണി കൈകേയി, എന്തിനാണ് കോപിഷ്ഠയാകുന്നത്? ദേവിക്ക് അപ്രിയമായി ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മെ ഖേദിപ്പിക്കാതെ ക്രോധത്തിനു കാരണം എന്താണെന്ന് അറിയിച്ചാലും പ്രിയേ. ഭവതിയുടെ ഇഷ്ടം എന്താണെങ്കിലും നാം സാധ്യമാക്കുന്നതാണ്. അങ്ങ് സത്യസ്വരൂപനായ രാജാ ദശരഥൻ സത്യം പാലിക്കുമെങ്കിൽ നാം ആവശ്യപ്പെടട്ടെ. പറയൂ ദേവി. പ്രിയപുത്രൻ രാമനെ വെച്ച് സത്യം ചെയ്യുന്നു. ഭവതിയുടെ ഇംഗിതം നാം സാധ്യമാക്കുന്നതാണ്. പറയാം. ആദ്യം രാജ്യം, പിന്നെ വനവാസം. പറയൂ ദേവി. പണ്ട് സുരാസുര യുദ്ധത്തിൽ അക്ഷകീലം നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ കൈവിരൽ കടത്തി അങ്ങയെ രക്ഷിച്ചത് ഓർമ്മയില്ലേ? തീർച്ചയായും. അതിപ്പോൾ ഭവതി ഈ സന്ദർഭത്തിൽ പറയുവാൻ കാരണം എന്താണ്? കേൾക്കൂ മഹാരാജൻ, അന്ന് അങ്ങ് നമുക്ക് 2 വരം തരാം എന്ന് പറഞ്ഞിരുന്നു. അത് ആവശ്യപ്പെടുമ്പോൾ മതിയെന്ന് ഭവതി പറഞ്ഞതുകൊണ്ടല്ലേ? എങ്കിൽ അതിപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നു. കോപിഷ്ഠയാകാതെ ഉണർത്തിച്ചാലും ദേവി. എങ്കിൽ നാം ചോദിക്കുന്നു. 1, അഭിഷേകത്തിനൊരുക്കിയ സംഭാരങ്ങൾ കൊണ്ട് മത്പുത്രനായ ഭരതന് രാജ്യാഭിഷേകം നടത്തുക. ദേവി, 2, അങ്ങയുടെ പ്രിയപുത്രൻ രാമനെ 14 വർഷം വനവാസത്തിനയക്കുക. ദേവി, രാമൻ വനവാസം? നീ എന്താണ് പറയുന്നത്? നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചോ? രാമഗുണങ്ങളെ വർണ്ണിക്കുന്ന നീ ബുദ്ധിഭ്രമമോ? നമുക്കോ? സത്യസന്ധനായ അയോധ്യാധിപതി ഇപ്പോൾ എന്തേ ഇങ്ങനെ വിലപിക്കുന്നു? നിന്റെ രാമന് വനവാസം അതെങ്ങനെ സാധ്യമാക്കും? വാഗ്ദാനം ചെയ്ത വരം അങ്ങേക്ക് നൽകാൻ കഴിയുന്നില്ല മഹാരാജൻ. കൈകേയി, ഭരതന് രാജ്യം കൊടുക്കാമല്ലോ. രാമൻ എന്തിന് വനത്തിൽ പോകണം? പ്രിയപുത്രനെ കുറിച്ചോർത്ത് ദുഃഖിക്കുന്ന അങ്ങ് അവനെ ചൊല്ലി ചെയ്ത സത്യം മറന്നു പോകുന്നുവോ? ഭവതി എന്നെ പ്രതിസന്ധിയിൽ ആഴ്ത്തരുത്. വരം തരുന്നില്ലെങ്കിൽ ഈ കൈകേയി ജീവൻ വെടിയും. കൈകേയി, അരുത്. നീ ഇങ്ങനെ സത്യം ലംഘിച്ചാൽ അതിന്റെ ഫലം നരകമാണെന്നറിയുക. നാരി കുലത്തിന്റെ ദേവിയാണ്.
എന്നാൽ നീ കുലനാശത്തിനുള്ളവളാണ്. രാമൻ, ഈശ്വര, ഞാൻ എന്തിനീ സ്ത്രീയെ വിശ്വസിച്ചു?